തിരുവനന്തപുരം ചൂഴാറ്റുകോട്ട ക്ഷേത്രോത്സവത്തിനിടെ ദമ്പതികൾക്ക് നേരെ ആക്രമണമെന്ന് പരാതി. ചൂഴാറ്റുകോട്ട സ്വദേശി അനീഷ്, ഭാര്യ ശ്രീജ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. കല്ലും കമ്പിപ്പാരവും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. മർദ്ദനത്തിനിടെ അനീഷിന്റെ കഴുത്തിലുണ്ടായിരുന്ന 5.5 പവന്റെ സ്വർണ്ണമാല സംഘം കവർന്നതായും പരാതിയിൽ പറയുന്നുണ്ട്. ആഷിൻ ഡിയാഗോ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതിനു മുമ്പ് ആ ദൃശ്യങ്ങൾ കാണാം. അശ്വിൻ ഡിയാഗോ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, എന്താണ് സംഭവിച്ചത്? എന്താണ് ഈ മർദ്ദനത്തിന് കാരണം? പോലീസ് പറയുന്നത് എന്താണ് അശ്വിൻ? രജിത്ത്, ശ്രുതി, ഇക്കഴിഞ്ഞ 11-ാം തീയതിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ചൂഴാറ്റുകോട്ട ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ആ പരിസരത്ത് ഒരു ഘോഷയാത്ര നടന്നിരുന്നു. ഈ ഘോഷയാത്ര കാണുന്നതിനു വേണ്ടി അനീഷും ശ്രീജയും കുടുംബസമേതമാണ് എത്തിയത്. ഇവർ ഈ ഘോഷയാത്രയിൽ കാണുന്നതിനിടെ ഒരു സംഘം ആളുകൾ, ഏതാണ്ട് 10ഓളം വരുന്ന ആളുകൾ ആ ഭാഗത്തേക്ക് എത്തി. ഇവരുടെ മുന്നിൽ മദ്യപിച്ചെത്തി. അതിനുശേഷം നൃത്തം ചെയ്യുകയും അതുപോലെ തന്നെ ഇവർക്ക് ഈ ഘോഷയാത്ര കാണാൻ കഴിയാത്ത രീതിയിൽ തടസ്സമുണ്ടാക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് അനീഷ് ഇവരോട് മാറാൻ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്നും വ്യക്തമാവുന്നത്. മാത്രമല്ല, ഇതിനുശേഷം ഇവർ അവിടെ നിന്ന് മടങ്ങി ക്ഷേത്രത്തിലേക്ക് ഈ ഘോഷയാത്ര പ്രവേശിച്ചതിന് ശേഷം ഈ ദമ്പതികളുമായി ഇതേ സംഘം വീണ്ടും വഴക്കുണ്ടാക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതേ തുടർന്നാണ് അനീഷിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പരിസരത്തേക്ക് കൊണ്ടുപോയി അവിടെ ഇട്ട് മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 10 പേരടങ്ങുന്ന സംഘമാണ് അനീഷിനെ മർദ്ദിക്കുന്നത്. ഇത് കണ്ടാണ് ഈ ഭാര്യയായിട്ടുള്ള ശ്രീജ ആ ഭാഗത്തേക്ക് എത്തുന്നത്. ഇത് ചോദിക്കാനെത്തിയ ശ്രീജയെയും ഈ സംഘം ആക്രമിച്ചു എന്നുള്ളതാണ് മലയങ്കീഴ് പോലീസിൽ ഈ ദമ്പതികൾ നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത്. കമ്പിപ്പാരയും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മെറ്റൽ കഷ്ണങ്ങളും ഉപയോഗിച്ച് ശ്രീജിത്തിന്റെ തലയിൽ മർദ്ദിച്ചു എന്നുള്ളതാണ്. ഈ മർദ്ദനത്തിൽ ശ്രീജിത്തിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. മാത്രമല്ല, ഈ രണ്ടുപേരെ മർദ്ദിക്കുന്നത് കണ്ട് ഇവരുടെ മറ്റൊരു ബന്ധു കൂടി, ഒരു സ്ത്രീ കൂടി അവിടേക്ക് എത്തിയിരുന്നു. ഇവരെയും ഈ സംഘം മർദ്ദിച്ചു എന്നുള്ളതാണ് ഈ പോലീസിൽ നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത്. ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ള ശ്രീജിത്ത് നിലവിലിപ്പോൾ അനീഷ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അനീഷിന്റെ കഴുത്തിലുണ്ടായിരുന്ന 5.5 പവന്റെ മാലയും ഈ സംഘം കവർന്നു എന്നുള്ളതും പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. നാളെ എന്തായാലും 2 കൂട്ടരോടും പോലീസ് മലയങ്കീഴ് സ്റ്റേഷനിലേക്ക് ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പങ്കുവെക്കുകയായിരുന്നു. 10ഓളം പേർ വളഞ്ഞിട്ട് തല്ലി എന്നുള്ളതാണ് പരാതി. ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതി. ഒപ്പം 5.5 പവന്റെ മാല ഈ സംഘം കവർന്നു എന്ന പരാതി കൂടി ഈ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്.